ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചെറുപുഴ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമീണതയുടെയും സ്നേഹ സാഹോദര്യത്തിൻ്റെയും ഒത്തുകൂടലിന് എന്നും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാണ്ടിക്കടവ് ഗ്രാമീണ സൗഹൃദ സംഘം ആബാലവൃന്ദ ജനങ്ങളുടെ സാന്നിധ്യത്തോടെ കുടുംബസംഗമവും വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. സംഘം സെക്രട്ടറി പ്രസാദ് സ്വാഗതവും പ്രസിഡന്റ് വേണു അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് പ്രദേശത്തെ മുതിർന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകൻ TV കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പല പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു ഫാമിലി മീറ്റ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. പല യാത്രകളും മറ്റു പല രീതിയിലും നമ്മൾ ഒന്നിച്ചു പോകുന്ന ഒരു നല്ല ഒരു കൂട്ടായ്മയാണെങ്കിൽ പോലും നമുക്കൊരു ഫാമിലി മീറ്റ് ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മൾ കുറച്ച് താമസിച്ചെന്ന് കരുതുന്നു. എങ്കിലും നല്ല രീതിയിൽ ഇന്ന് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ അണിയറയിൽ ഇന്ന് നല്ല രീതിയിലാക്കാൻ പ്രയത്നിച്ച നമ്മുടെ മെമ്പേഴ്സ് തന്നെയാണ് ഇതിൻ്റെ വിജയം. അതേപോലെ നമ്മൾക്ക് പാണ്ടിക്കടവിലെ ഒരു നല്ല കൂട്ടുകാരുടെ കൂട്ടായ്മയായ ഈ കൂട്ടായ്മയിലേക്ക് ഇന്ന് വന്നു ചേർന്ന പ്രിയപ്പെട്ട നമ്മുടെ കണ്ണേട്ടനോടുള്ള നന്ദി, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. കണ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പാണ്ടിക്കടവിൻ്റെ എല്ലാവരുടെയും നമ്മുടെ എല്ലാ ഉയർച്ചയ്ക്കും നമ്മുടെ നന്മകളിലും ഒരു പങ്കാളിയാണ് കണ്ണേട്ടൻ. അപ്പം കണ്ണേട്ടന് നമുക്ക് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുൻ പ്രസിഡന്റായ കുഞ്ഞിരാമേട്ടൻ ഈ സംഘടന തുടങ്ങിയ അന്ന് മുതലേ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രസാദേട്ടൻ നമ്മുടെ അക്കൗണ്ട്സും ഒരു കാര്യങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന സെക്രട്ടറി പ്രസാദേട്ടനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുപരി ഇന്നത്തെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട വേണുവാണ്. വേണു അധ്യക്ഷൻ ദയവായി സീറ്റിലേക്ക് വന്ന് അഭ്യർത്ഥിക്കുന്നു. വേണു ഇങ്ങനെ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പം എല്ലാ രീതിയിലും ഇതിനോട് സഹകരിക്കുന്ന മുൻപന്തിയിലുള്ള വ്യക്തിയാണ്. അപ്പം വേണുവിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നത് നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം അത് നമ്മുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് പറയുന്നില്ല. ഔദ്യോഗികമായിട്ട് പറയുമ്പോൾ നന്ദി അർപ്പിക്കുന്നു. അവരോടും അതേപോലെ നമ്മുടെ മീഡിയയുടെ സുരേഷ് ഏട്ടൻ, അദ്ദേഹത്തോടുള്ള നന്ദിയും എല്ലാവരോടും അറിയിക്കുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കുട്ടികളുണ്ട് വളരെ നല്ല രീതിയിൽ വിജയം നേടിയ SSLCയിലും +2ലും മറ്റ് പരമമായ നല്ല ബഹുമതികളൊക്കെ നേടിയ കുട്ടികളെ മുൻപുണ്ട്. അവരെ ഒരു അഭിനന്ദിക്കുക, അവർക്കൊരു സമ്മാനങ്ങളൊക്കെ കൊടുക്കുക, അവരെ ഒരു ഉത്തേജനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഫാമിലി മീറ്റോട് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ അധ്യക്ഷൻ ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ ഗ്രാമീണ സൗഹൃദ സംഘത്തിന്റെ എല്ലാ മെമ്പർമാർക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ആദ്യമായി ഞാൻ നന്ദി അറിയിക്കണം. അതുപോലെ ഇതിൽ നമ്മൾ അധ്യക്ഷസ്ഥാനമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണാട്ടനെ ആദ്യമായി ക്ഷണിക്കുന്നു. എന്താണ് സംഘം, എങ്ങനെ സംഘം ഉണ്ടായിരുന്നു? സംഘം രൂപപ്പെടുന്നത് മനുഷ്യൻ്റെ അത്യാവശ്യ കാര്യങ്ങളാണ്. മനുഷ്യനായിട്ട് വരുന്നേ ഉള്ളൂ. കരതല ഭിക്ഷ തരുതല വാസ, കയ്യിൽ കിട്ടുന്നത് എന്തും ആഹാരം, താമസിക്കുന്നതോ തരുതല വാസ വൃക്ഷത്തിൻ്റെ മുകളിൽ. അങ്ങനെയുള്ള കാലത്ത് അവരുടെ ജീവിതത്തിന് സുരക്ഷിത. അവർക്ക് ഭാഷ അറിയില്ല. അങ്ങനെ വിവിധ കാര്യങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യർ, അവരുടെ ഒരു പ്രത്യേകത ആ സമൂഹം നമ്മുടെ ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടായ കാലം അറിയോ? 400 കോടി വർഷങ്ങൾക്ക് 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൂര്യൻ, അത് സ്വയം കത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതുമാതിരി തന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോളമായിരുന്നു നമ്മളിപ്പം കാണുന്ന ഈ ഭൂമി. ആ ഗോളത്തിനകത്ത് ഒരു വസ്തുക്കളും ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൽ ഏകകോശ ജീവികൾ, മനുഷ്യരല്ല കേട്ടോ, ഏകകോശ ജീവികൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഉണ്ടാകാൻ തുടങ്ങി. ആ വെള്ളം നമ്മൾ കാണുന്നുണ്ട്, അതിന് എത്ര ഘടകമുണ്ട്? ശരി, പറയില്ലേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു. H2O1. H എന്ന് പറഞ്ഞത് ഹൈഡ്രജനാണ്, O ഓക്സിജനാണ്. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് പ്രത്യേക അളവുകൾ പറഞ്ഞ 2:1 എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൂടി ചേരുന്നതാണ് നാം കഴിക്കുന്ന കുടിക്കുന്ന ഈ വെള്ളം. അതിലാണ് ഇന്നത്തെ മനുഷ്യൻ കൃഷിയിലേക്ക് എത്തുന്നത്. അതേ ഒരൊറ്റ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. കൃഷിയെക്കുറിച്ച് മനുഷ്യൻ എവിടുന്ന് പഠിച്ചു? അങ്ങോട്ട് പറഞ്ഞ ചോദ്യവും ഉത്തരവും ഞാൻ പറയാം. നമ്മൾക്ക് ഇപ്പം നമ്മൾ കഴിക്കുന്ന നെല്ലാഹാരമാണ്, അരി അല്ലേ? എവിടെ നിന്നാണ് അരി ആദ്യമായി കണ്ടെത്തിയത്? എൻ്റെ കോളേജിൽ പറയുന്ന മക്കൾക്ക് അറിയോ? നിങ്ങൾ ഈജിപ്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പഠിക്കുമ്പോൾ? ഇല്ലേ? ഉണ്ട്. ആ ഈജിപ്തിനെ കുറിച്ച് പഠിക്കുമ്പം അതിലെ കൂടി ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരറിയോ? അറിയില്ലേ? നൈൽ നദി. നീല നദി എന്നും കൂടെ പറയാറുണ്ട് നൈൽ നദി. ആ നൈൽ നദിയുടെ തീരത്താണ് ആദ്യമായിട്ട് ഗോതമ്പും കാട്ടുഗോതമ്പും ഈ നെല്ലും ഉണ്ടായി വന്നത്. ആ ഉണ്ടായി വന്ന അവിടെ നിന്നാണ് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഭക്ഷ്യാവശ്യങ്ങളുടെ ഗോതമ്പ്, അതേപോലെ ഭക്ഷ്യാവശ്യത്തിന്റെ അരി കാര്യമൊക്കെ വന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. അത് സംഘടിപ്പിക്കാൻ സാധിച്ചതന്നെ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഇവർക്ക് നമ്മുടെ കുട്ടികൾക്കെല്ലാം അനുമോദനം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ സംഘത്തിൻ്റെ 5, 10, 15 ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ചാണ് കൊടുത്തത്. ഇതിപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് കൊടുക്കാൻ സാധിച്ചു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിനേക്കാൾ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സംഘത്തിൻ്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയ നമ്മുടെ പാണ്ടിക്കടവിൻ്റെ പഴയകാല എത്രയോ എൻ്റെയൊക്കെ അറിവിന് മുമ്പിലേ ഉള്ള എത്രയോ കാലമുള്ള നമ്മുടെ കണ്ണാട്ടൻ, ആ കണ്ണാട്ടനെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായി എനിക്ക് തോന്നുന്നു. കണ്ണാട്ടൻ്റെ പ്രഭാഷണം നല്ല രീതിയിലൊരു പ്രഭാഷണം നടത്തി നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതവരൊക്കെ ഉൾക്കൊള്ളണം. അതുപോലെ ഈ സംഘത്തിലത്തെ കുട്ടികൾ, ഇപ്പം നമ്മൾ അനുമോദനം കൊടുത്ത കുട്ടികളൊക്കെ ഇനിയും ഈ സംഘത്തിന് വേണ്ടി സംഘത്തിൻ്റെ പേര് നിലനിർത്താനും അതുപോലെ നമ്മുടെ സംഘത്തിൻ്റെ പേര് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ചെയ്ത് നമുക്ക് കുറെ കൂടെ ഗംഭീരമായി പോകണം എന്നാണ് ഞാനൊക്കെ പറയാനുള്ളത്. അതുപോലെ നമ്മളുടെ ഈ സംഘത്തിൻ്റെ ഇനിയും നമ്മൾ ഈ സംഘം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ കൂടി ഇരുന്ന് നമ്മളൊരു ടൂറ് പോയി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തിയാൽ പോരാ, നമുക്ക് നമ്മുടെ നാടിനും പറ്റും എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. ആ രീതിയിലൊക്കെ ഇത് കുറേ കൂടെ ഗംഭീരമായി കൊണ്ടുവരണം.
അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.